ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെഡി ടു വെയർ സാരി, അതായത് നമ്മുടെ 1 മിനിറ്റ് സാരിയുടെ മേക്കിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിരുന്നു. നിങ്ങൾ കുറേ പേര് കണ്ടു, അത് നിങ്ങൾ ചെയ്തൊക്കെ നോക്കി കുറേ പേർക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേര് കുറച്ച് സംശയങ്ങൾ ചോദിച്ചായിരുന്നു. അതായത് ഇപ്പോൾ ഹൈറ്റ് കുറവുള്ളവർക്ക് എങ്ങനെ ഈ ഒരു സാരി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. പക്ഷെ അത് ഞാൻ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്ക് സംശയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും ചെയ്തത്. നിങ്ങൾ കണ്ടു നോക്കുക. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് സാരി ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം ഉടുക്കാൻ എന്ത് എളുപ്പമാണ്. ഈവൻ നമ്മൾ അണ്ടർസ്കേർട്ട്, ഇപ്പൊ ട്രാൻസ്പെറന്റ് അല്ലാത്ത സാരി ആണെങ്കിൽ അണ്ടർസ്കേർട്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് വെയർ ചെയ്യാം. കുത്തൊന്നും വേണ്ടല്ലോ. ആ വള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് വളരെ യൂസ്ഫുൾ ആണ്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മുടെ എല്ലാ സാരികളും അങ്ങനെയൊക്കെ ആക്കി വയ്ക്കുവാണെങ്കിൽ എന്ത് എളുപ്പം. ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ നമ്മൾ അയ്യോ ക്ലിപ്സ് എടുത്ത് റെഡിയൊക്കെ ആയി എത്ര നേരം എടുക്കും. ഇത് വളരെ സിമ്പിളായിട്ട്. ഇതിപ്പോൾ ഞാൻ കാഞ്ചീപുരം സാരി, എൻ്റെ കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് കാഞ്ചീപുരം സാരിയിലൊന്ന് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓർത്ത് ശരിയാണല്ലോ, നിങ്ങളും സംശയവും പറഞ്ഞായിരുന്നു. കാരണം ഈ ഹൈറ്റ് കുറവുള്ളവർക്ക് എങ്ങനെ ചെയ്യും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക. വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നിങ്ങൾ ജെന്യുവിനായിട്ട് ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇത് കാണുമ്പോൾ, ഈ വീഡിയോ കാണുന്നവര് ഫസ്റ്റ് പാർട്ട് നമ്മുടെ റെഡി ടു വെയർ സാരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണണം കേട്ടോ. എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ അതിൽ നിന്ന് വ്യത്യാസം വരുന്ന, അതായത് ഹൈറ്റ് കുറവുള്ളവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തേക്കുന്നത്. റെഡി ടു വെയർ സാരി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണുക തന്നെ ചെയ്യണം. ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളിത് 50K ആകാൻ പോവാണ്. എല്ലാവരും ഒന്ന് ശക്തമായിട്ട് സ്പീഡിൽ നമുക്ക് 1 ലാഖിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റെഡി ടു വെയർ സാരി ചെയ്തു. അതിൽ കുറേ പേര് സംശയം ചോദിച്ചായിരുന്നു, ഹൈറ്റ് കുറവുള്ളവർക്ക് ഈ സാരിയുടെ വിഡ്ത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ടു വെയർ ആക്കാം എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് ഇന്ന്. ഇതിപ്പോൾ നമ്മൾ അന്ന് ചെയ്ത സാരിയാണ് റെഡി ടു വെയർ. റെഡി ടു വെയറിൽ നമ്മൾ ആദ്യം കുത്തുന്ന സൈഡിൽ നമ്മൾ 2 വള്ളിയൊക്കെ വെച്ച്, ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, നമ്മൾ 2 വള്ളിയൊക്കെ വെച്ച് ടൈറ്റൻ ചെയ്തിട്ടാണ് ചെയ്തു കൊടുത്തിരുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ മുകളിൽ ഒരു പടി വെച്ചു കൊടുത്തിരുന്നു. എന്നിട്ടാണ് ഹുക്ക് കൊളുത്താനുള്ള ആ ഒരു പടിയും ഒക്കെ വെച്ചു കൊടുത്തത്. അപ്പൊ ആ പടി വെച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് ഈ ഒരു സാരി. അപ്പൊ അത് നമ്മൾ കസ്റ്റമറിന്റെ ഹൈറ്റിനനുസരിച്ച് നമ്മളിപ്പോൾ മടക്കി അളവെടുത്തു. അതായത് ഇത്രയും ഭാഗം വീതി കൂടുതലാണ്. അപ്പൊ നമ്മളത് ഇതിനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ആണ് പടി വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഇത്രയും ഭാഗം നമ്മൾ ഇപ്പം ഈ പടി വെച്ച് കൊടുത്തേക്കുന്നത് ഈ ഒരു മടക്കി വെച്ചും അതിലേക്ക് പടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹുക്കിൻ്റെ പടിയും ഒക്കെ വെച്ച് കൊടുക്കുന്ന രീതിയിൽ. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നമ്മൾ കുത്തുന്ന ആ വശത്തു നിന്ന് തുടങ്ങി ഇങ്ങോട്ട് ഇത്തിരി വരുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ ചെറിയ ഫ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബട്ടക്സ് വരുന്ന വശത്ത് വീതി കൂടുതലായതുകൊണ്ട് അവിടെ നമുക്ക് തുണി വേണം, എന്നാൽ മുകളിൽ വരുമ്പോൾ അധികമായിട്ടുണ്ടാവും. അപ്പം അത് ഇങ്ങനെ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം കൂടി ഈ നമ്മുടെ മുന്നിൽ വരുന്ന ആ ഒരു ഫ്ലീറ്റ്സിൻ്റെ അങ്ങോട്ടേക്ക് കൂടി വരും. അപ്പോൾ സാരി ഉടുക്കുമ്പോൾ പാടായിട്ട് വരും. ഓക്കെ, അപ്പം അതുകൊണ്ട് അതുകൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ മടക്കി വെച്ചിരിക്കുകയാണ്. സാരി ലെങ്ത് ആവശ്യമില്ലാത്ത ലെങ്ത് നമ്മൾ മടക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പീസ് വെച്ച് അറ്റം മടക്കി കൊടുത്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട്
അതിൻ്റെ സൈഡിൽ കൂടി അടിച്ചങ്ങോട്ട് പോവാണ്. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ചെറിയ ഫ്ലീറ്റ്സുകൾ, ഒരു 1/4 ഇഞ്ചിൻ്റെ ചെറിയ ഫ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രണ്ടിലത്തെ ഫ്ലീറ്റ്സുകൾ എടുത്തു വെച്ചേക്കുന്ന ആ ഒരു പീസുകളെല്ലാം തന്നെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഹൈറ്റ് ലെങ്ത് കുറച്ചത് 3.25 ഇഞ്ച്. അപ്പോൾ ആ 3.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത്. കാരണം ഇത് ഫ്ലീറ്റ്സുകളും 5 എണ്ണം ഉള്ളത് കൊണ്ട് സ്റ്റിച്ച് മുഴുവത്തോടെ പിടിക്കണം, അല്ലെങ്കിൽ ഫ്ലീറ്റ്സ് താഴത്തേക്ക് ഇറങ്ങിപ്പോവും. നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്, എല്ലാം കൂടി ഫ്ലീറ്റ്സ് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ആ പടിയുടെ പീസ് മടക്കി കൊടുക്കുന്ന പോലെ തന്നെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പടി വെച്ച് കൊടുക്കുക. നമ്മൾ പടി ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ വലിയ ഫ്ലീറ്റ്സുകൾ, ഫ്രണ്ടിൽ വരുന്ന ഫ്ലീറ്റ്സുകൾ വരുന്ന ആ ഭാഗവും നമ്മൾ മടക്കി തന്നെ ലെങ്ത് കുറച്ച് തന്നെയാണ് എടുക്കുന്നത്. ഇതുപോലെ അവിടെ വെച്ച് മടക്കി നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫ്ലീറ്റ്സ് വരുന്ന ആ വശമാണ് മടക്കി കൊടുത്തേക്കണം. കേട്ടോ, 3.25 ഇഞ്ച്. അത് ആ കസ്റ്റമറിൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് നമ്മൾ 3.25 ഇഞ്ച് എന്ന് വെച്ചേക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ വേണം അത്രയും ഭാഗം കുറച്ചിട്ട് ഇതാ ഇങ്ങനെ മുകളിലേക്ക് പടി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിത് മടക്കി അടിക്കാൻ പോവാണ്. എന്നിട്ടാണ് ഇവിടെ ഹുക്ക് വയ്ക്കാൻ പോകുന്നത്. ബാക്കിയൊക്കെ നമ്മളിനി ചെയ്യുന്നത് നമ്മൾ ആ ഒരു സാരി ഞാൻ ചെയ്ത ബ്ലൂ സാരി ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഹുക്കിൻ്റെ പടിയെ ഇവിടെ വെച്ച് ഹുക്ക് വെച്ച് കൊടുക്കുക, പടി അപ്പുറത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ 1 മിനിറ്റ് സാരി കാഞ്ചിപുരം സാരിയിൽ റെഡിയാക്കി മടക്കി അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെയാണ് വള്ളി വരുന്നത്. ഇതിന് നമ്മൾ അണ്ടർ സ്കേർട്ട് ഒന്നും കുത്താനൊന്നും ആവശ്യമില്ല. അടിയിലിടണം അണ്ടർ സ്കേർട്ട്, അങ്ങനെയല്ല. അണ്ടർ സ്കേർട്ടിന്റെ ആ ഒരു ആവശ്യകത ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുത്താനായിട്ടാണല്ലോ നമ്മൾ മെയിനായിട്ട് അണ്ടർ സ്കേർട്ട് വരുന്നത്. ഇവിടെ ഇങ്ങനെ പല പടികൾ കൊടുത്തേക്കണ കാരണം നമ്മുടെ ഏത് സൈസ് ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. നല്ല കറക്റ്റ് ആയിട്ട് വരും. മെഷീനിൽ